അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെബീസ് കിച്ചൻ. കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടും കണ്ടിട്ടൊക്കെ. ഇൻഷാ അല്ലാഹ് ഇടണം എന്നൊക്കെ കരുതും, പിന്നെ ഓരോരോ തിരക്കുകളുണ്ട്, ഇങ്ങനെ ഇടില്ല. പിന്നെ മടി, മെയിൻ കാരണം മടി തന്നെയാണ്. പിന്നെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കും, ഇവരെ ഓരോ കളികൾ, പിന്നെ ഓരോ ആവശ്യങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്തായിരിക്കും വേറെ നിൽക്ക് തിരക്ക് വരും. പിന്നെ അതിങ്ങനെ ലാഗ് ചെയ്ത് അങ്ങ് പോകും. ഇത് ഒരാളെ പല്ല് പറിക്കാൻ വേണ്ടി പോയതാണ്. പറിക്കാൻ പോയത് മൂത്താളതാണ്, പക്ഷേങ്കിൽ ഇളയാക്കും ആ സീറ്റിൽ കയറിയിരിക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ കുറച്ച് സമയം ഒന്ന് മാറി നേരം നിങ്ങളൊന്ന് കൈയ്യട്ടെ. അങ്ങനെ രണ്ടാളും കൂടി അവിടെ നല്ല കളിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുക, അവിടെ മൊത്തത്തിൽ ഇളക്കി മറിച്ചിട്ട് ഞങ്ങളിങ്ങ് പോകുന്നതെന്ന് തന്നെ പറയാം. പല്ല് പറിച്ചിട്ടോ, നല്ല ഡോക്ടറായിരുന്നു, നല്ല സർവീസായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ സർവീസൊക്കെ. നല്ല ഡോക്ടറായിരുന്നു. കുട്ടികളൊക്കെ നല്ലോണം ഡീൽ ചെയ്യുന്ന അറിയാവുന്ന ഒരു ഡോക്ടറായിരുന്നു. പിന്നെ അവർ ആ ഡീലിങ് അറിയാവുന്നതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ ഒരു കളിക്കാനൊക്കെ ജസ്റ്റ് ഒരു ടൈമൊക്കെ കൊടുത്തത്. അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും അങ്ങനെ സമ്മതിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. എന്തായാലും മാഷാ അല്ലാഹ്. ഇങ്ങനെ നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മഴയുണ്ടോ? എല്ലാവരും മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? എന്തൊക്കെയാണ് വിശേഷം? ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരു 1-2 ആഴ്ചേൻ്റെ മേലെയായി. വീഡിയോ എപ്പോഴും എടുക്കും, പിന്നെ സ്റ്റാറ്റസ് വെക്കും വാട്സപ്പിൽ എന്നല്ലാതെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. പിന്നെ എഡിറ്റ് ചെയ്യണം, റെക്കോർഡ് എടുക്കണം. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സമയത്ത് ബാക്കിൽ നിന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലായിരിക്കും ഇവർക്ക്. ആ സമയത്തായിരിക്കും ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവുക. മെയിനായിട്ട് ആ ഒരു കാരണം കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലാഗ് ചെയ്ത് പോണത്. അപ്പോൾ വിചാരിക്കും ഇവർ താഴെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവർ കളിക്കുന്ന സമയത്തായിട്ടും വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവർ താഴെ നിന്നാക്കും, നമ്മളരുതെത്തു. മേലെ നിന്നാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുക. താഴെന്ന് എനിക്ക് എല്ലാവരും മുമ്പൊന്നും കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അത് വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായതിനു ശേഷം ആ മെമ്പർ കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അത് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന എല്ലാവരും വിശേഷം കമൻറ്റ് ചെയ്യും. പിന്നെ ഇതൊക്കെ നിങ്ങളെ മക്കളും ഇങ്ങനെ തന്നെയാണ്, അതൊക്കെ കമൻറ്റ് ചെയ്യും. ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കും കൂടുതൽ വീഡിയോ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. താങ്ക് യു.